ഹലോ ഓൾ, വെൽക്കം ടു സൈലം IAS കൂടെ ദ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഡേ 12. ഇന്നൊരു കൾച്ചറൽ ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യ ആർ നോട്ട് ജസ്റ്റ് ആർട്ട് ബട്ട് എ റിഫ്ലക്ഷൻ ഓഫ് വേ ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്. ക്രിട്ടിക്കലി അനലൈസ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസസ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ആർട്ട് ഫോം മാത്രമല്ല, അത് നമ്മുടെ ഒരു ജീവിത രീതിയുടെ റിഫ്ലക്ഷനും കൂടിയാണ്. ക്രിട്ടിക്കലി അനലൈസ് ആണ് ചോദ്യം. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഏതൊക്കെയാണ്? അതിൽ ക്ലാസിക്കൽ ഡാൻസ് ഒരു ആർട്ടാണ്, പക്ഷേ ആർട്ട് മാത്രമല്ല, അതിലുപരി അത് ഒരു വേ ഓഫ് ലൈഫാണ് എന്നുള്ളത് വേണം നമ്മൾ കാണിക്കാനായിട്ട്. നമ്മൾ വേർഡ് ഹിസ്റ്ററി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഇങ്ങനൊരു ചോദ്യം നമുക്ക് എങ്ങനെ ഒരു എക്സെപ്ഷണൽ ആൻസർ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസിക്കൽ ഡാൻസസിനെ പറ്റി എഴുതുക. India's classical dance forms are deeply rooted in the country's spiritual, philosophical and socio-cultural fabric. The salad bowl culture of India has given rise to diverse array of classical dance forms in different regions. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എക്സ്ട്രാ എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസസിനെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു മാപ്പ് വരച്ച് എവിടേക്കാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ പറയുന്നു. എന്നിട്ട് മെയിൻ പാർട്ട് ക്ലാസിക്കൽ ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ട് ഫോമാണ്. പ്രൈമറി അതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റിക് വാല്യൂസ് ഉണ്ട് അതിൽ. മ്യൂസിക്കും നൃത്തനാട്യ ആസ്പെക്റ്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് അതിനെ പാറ്റേണൈസ് ചെയ്യുന്നുണ്ട്, മുഗൾസ്, കഥക്ക് പോലെ. അതേപോലെ തന്നെ മുന്നിൽ നിന്നിരുന്ന പണ്ടുണ്ടായിരുന്ന ആർട്ട് ഫോമുകളിൽ നിന്നും ഇവോൾവ് ചെയ്തിട്ടാണ് പല ക്ലാസിക്കൽ ആർട്ടുകളും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതൊരു ആർട്ട് ഫോം മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ വേ ഓഫ് ലൈഫ്. ഇപ്പം പലപ്പോഴും അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ കസ്റ്റംസ് പ്രാക്ടീസസിൽ നിന്നാണ് ഈ ഡാൻസ് ഫോംസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ദേവദാസി സിസ്റ്റത്തിൽ നിന്നാണ് മോഹിനിയാട്ടം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസിനെയും ആസ്പിറേഷൻസിനെയൊക്കെ ഈ ക്ലാസിക്കൽ ഡാൻസസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുഗൾ കോർട്ടിൻ്റെ വാല്യൂസ് പലപ്പോഴും നമുക്കത് കഥക്കിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സോഷ്യൽ ലൈഫ്, റിലേഷൻഷിപ്പ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് വാല്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഒഡീസിയിലെ ഇറോട്ടിക് തീംസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കസ്റ്റംസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. റിലീജിയസ് ഐഡിയോളജീസ്, ഇപ്പോൾ സട്രിയ, ശങ്കരദേവ എന്ന് പറയുന്ന ആളുടെ കൃഷ്ണ ഭക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. കൃഷ്ണ വർഷിപ്പിൻ്റെ പല ഫെസറ്റ്സും നമുക്ക് സട്രിയയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോമൺ പീപ്പിളിൻ്റെ ലൈഫ്, കുച്ചിപ്പുടി, വളരെ സാധാരണക്കാരായിട്ടുള്ളവരുടെ ലൈഫിലെ പല ഫെസറ്റ്സും ഇതിൽ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. കൺക്ലൂഷൻ, ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് വിച്ച് ലേറ്റർ ഗോട്ട് കൺവേർട്ടഡ് ഇൻ ടു court art forms lost the ability to depict societal way of life which has been revived through spirit of cultural revival in the post independence era. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അതിനുശേഷം ഒരു ഹയർ സ്ട്രാറ്റയുടെ ആർട്ട് ഫോം ആയിട്ട് മാറിയതുകൊണ്ട് തന്നെ അതിൻ്റെ ലോക്കൽ എലമെൻറ്റ്സ് പലപ്പോഴും നഷ്ടപ്പെട്ടു. പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ ഇതിൻ്റെ ഒരു റിവൈവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, നമുക്കറിയാവുന്ന പോയിന്റുകളൊക്കെയാണ്. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ ഇതേപോലെ പ്രിസൈസായിട്ട് ടു ദ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ആൻസറിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് ആൻസർ എഴുതുക. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമുണ്ടെങ്കിലോ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു അസ്. ഓക്കെ, താങ്ക് യു.